നമുക്ക് സമ്മതിച്ചു കൊടുക്കണം. കോൺഗ്രസ്സുകാർക്ക് പിന്നെ തിണ്ണനിരക്കം ഒരു വിഷയമല്ല. ഏത് പാറപ്പുറം പിണറായി പാറപ്പുറത്തെ അംഗങ്ങളാണോ? ഇ എം എസ് ഈ പറഞ്ഞ പോലെ സപ്തകക്ഷി മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ പിന്നീട് ഭരിച്ചത്. ഇതൊക്കെ സാമുദായിക സംഘടനകൾ തന്നെ ആയിരുന്നില്ലേ ആ കാലത്തെ? പക്ഷെ തിണ്ണ നിരങ്ങി നമ്മൾ പറയില്ല. ഇ എം എസിനെ പറ്റി തിണ്ണ നിരങ്ങി എന്ന് പറയാൻ പറ്റില്ല. അന്ന് തന്നെയല്ലേ ഉള്ളൂ നൽകാൻ. ഓ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് പാലാ ബിഷപ്പ് പറഞ്ഞപ്പോ നിങ്ങൾ പോയിട്ട് പാലാ ബിഷപ്പിന്റെ തിണ്ണ നിരങ്ങിയില്ലേ? ചെറുതായിട്ട് നിരങ്ങിയിട്ടത് ചെറുതായിട്ടൊന്നും ഇറങ്ങി പോകുന്നത്. ചെറുതായിട്ടൊന്നുമല്ല, വലുതായിട്ടന്നെ ഇറങ്ങി. ഇത് ഈ കമ്മികളെ കൊണ്ട് കുഴപ്പം എന്താ അറിയോ? പിണറായി വിജയൻ നികൃഷ്ട ജീവി എന്ന് വിളിക്കും. എന്നിട്ട് അപ്പുറത്ത് പിന്നെ വാസവൻ പോയിട്ട് പിന്നലിരിക്കും. പോയതെന്തിനു വേണ്ടിട്ട് ബാക്കി എന്തെങ്കിലും കാര്യം പറഞ്ഞ് മീൻസ് എന്തെങ്കിലും ബാക്കിയുള്ള എന്തെങ്കിലും ഭരണപരമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനാണ് ഇല്ല. നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം കോയിൻ ചെയ്ത് വെച്ചിട്ട് അത് സോൾവ് ആക്കാൻ പോയത്. ഞാൻ ചോദിക്കുന്നത് വെള്ളാപ്പള്ളിന്റെ വിഷയത്തിൽ പോലും നമ്മളെ പാർട്ടിയിലുള്ള സഖാക്കളുടെ പറഞ്ഞത്. ഇപ്പം സ്വരാജ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇയാള് പറഞ്ഞ കൂടത്തരമാണെന്ന്. പക്ഷെ മുജീബ് സഖാവിന് സ്വരാജിന്റെ വാദം പോലും എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് മുസ്ലിം ലീഗിനാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക. പാർട്ടിയിലെ ഞാൻ എന്റെ അഭിപ്രായം സ്വരാജിന്റെ അഭിപ്രായമാണ് എന്ന് പറയാനുള്ള ഒരു അന്തസ്സെങ്കിലും കാണിക്കണ്ടേ? മുജീബ് ഇവിടെ എന്നിട്ട് പറയണേ അത് മുസ്ലിങ്ങളെ പറ്റിയല്ലോ, അത് മുസ്ലിം ലീഗിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞ സ്വരാജ് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള നിലപാട്. എന്തുകൊണ്ട് എല്ലാരും എടുക്കാൻ പറ്റാത്ത എനിക്കറിയില്ല. ഇപ്പം ഈ ബാലൻ മയിലാണ് ചുമ്മാ ഇരിക്കും, ശരിയാൻ പിടിച്ചു. പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുന്നില്ല, അതിലെ പ്രശ്നം. ഞാൻ ഇപ്പം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആക്കിയ AK പരാമർശം നിരുത്തരവാദപരം എന്ന് പറഞ്ഞത് MV ഗോവിന്ദനാ. പിണറായി പറഞ്ഞെന്താ വിഷയത്തില്? പിണറായി എന്താ പറഞ്ഞത്? പിണറായി ഒന്നും മെഴുകിയത് ഒന്ന് കൂടിയാണ് മെഴുകി. വെള്ളാപ്പള്ളിക്കെതിരെ ചോറിലെടുക്കേണ്ട സമയമായിട്ടില്ല. ചോറിലെടുക്കേണ്ടി വന്ന അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണോ എടുക്കുന്നത്? ഇപ്പൊ നീ നേരത്തെ പറഞ്ഞ പോലെ ചെവിമ പിടിച്ചാൽ തിരുമും നമ്മള്. മാനാട് ഓർമ്മിപ്പിക്കുക മാത്രമാ ചെയ്തത്. ബാലൻ ഓർമ്മിപ്പിച്ചത് കേരളത്തിന്റെ മതചരിത്രം പിന്തുണച്ച് മുഖ്യമന്ത്രി. മുജീബേ നീ ചെവി തിരിക്കുന്നൊക്കെ പറയുന്നത് ഈ പൂച്ചയ്ക്ക് ആരാണ് മണി കെട്ടാൻ പോകുന്നത്? ഞാൻ പറഞ്ഞത് അതില് ഒരു അന്തസ്സുള്ള സ്വരാജ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഈ വിഷയത്തില് അന്തസ്സുള്ള സ്വരാജ് മാത്രമേ ഉള്ളൂ. ഞാൻ ആ സ്വരാജ് അംഗീകരിക്കും. സ്വരാജ് ആ കാര്യം പറഞ്ഞു. കാരണം ബാക്കിയുള്ളവരൊന്നും ഒരു അച്ഛനിലും അന്തസ്സില്ല, എല്ലാം കയറി മെഴുകുക ഇവിടെ ഇരുന്നത്. സ്വരാജ് അമാസിനെ കുറിച്ചും പറഞ്ഞു. അല്ല, അമാസിന് പറഞ്ഞതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സ്വരാജ് പക്ഷെ ആവശ്യം എടുക്കണല്ല. അപ്പൊ ഞാൻ ചോദിക്കണത് ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഭാഗമാണ് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി. ഹമാസിന്റെ കുറിച്ചുള്ള അഭിപ്രായം എന്താ മുജീബിന്? ഇസ്ലാമിക് ബ്രദർഹുഡിന്റെ ഭാഗമാണ് ഹമാസ്. എന്താണ് മുജീബിന് ഹമാസിന്റെ അഭിപ്രായം? ഹമാസിന് സപ്പോർട്ട് ചെയ്യോ എതിർക്കുവോ? മുജീബൻ അവിടെ എങ്ങനെ ജമാഅത്ത് ഈ ബ്രദർഹുഡിനെ കാണുന്നത്? ഞാൻ പലസ്തീനിലെ ജനങ്ങളുടെ ഒപ്പം അല്ല, ഞാൻ ഹമാസിനെ കുറിച്ചുള്ള അഭിപ്രായം ആകണ്ട. ഇതാണ്ട് നോക്കിയത് മനുഷ്യൻ സത്യസന്ധമായിട്ട് നീ എണ്ണയിട്ടല്ലേ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് നോമ്പിന് ഞാൻ പറഞ്ഞ അടുത്ത പ്രാവശ്യം നോമ്പിന് ഈ മലപ്പുറത്ത് വരുമ്പോ ഞാൻ കാണിച്ചു തരാം റെസ്റ്റോറന്റ്, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം. ഇമാര് ഊളത്തരം എന്ന് പറയുന്നത് മലപ്പുറത്ത് ഭക്ഷണം കിട്ടില്ല. സ്വിഗ്ഗിയൊക്കെ ഇപ്പൊ ഒന്നല്ലേ? സ്വിഗ്ഗി സെറ്റാക്കി തരാം. അതെ, ഇത് സെറ്റാക്കി തരാം. മലപ്പുറത്തല്ലേ? എന്റെ നാട്ടിലെ ആൾക്കാരൊന്നും ഹോട്ടൽ ഇറക്കില്ലാന്ന്, പിന്നെ എന്തിനാ മലപ്പുറത്തേക്ക് പോണേ? അത് എല്ലാരും അത് അങ്ങനത്തെ ഹോട്ടലുകളല്ലേ ഈ ആരോടെ പറഞ്ഞു വരുത്തിയ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക. ഇവന്മാരുടെ ഈ പ്രചാരണം